ശരിക്കും പറഞ്ഞ അവസ്ഥയാട്ട. നമ്മുടെ ഹംസുദ്ദീൻ്റെ ഫെറാറി ഉണ്ട്. അതായത് നമ്മുടെ വണ്ടിയിൽ എക്സോസ്റ്റ് മൂഞ്ചി. ഇതിൻ്റെ ഗേറ്റ് എക്സോസ്റ്റിനെ പറ്റിയാണ് കെട്ടിപ്പോവാ. ഇതിന്ന് വരുന്നത് അതിലും നല്ല സൗണ്ടാണ്. ജസ്റ്റ് ഒന്ന് അതും കൂടെ എടുക്കാം. ഇതിൻ്റെ അലോയിൻ്റെ പെയിന്റ് എല്ലാവരും പറഞ്ഞ പോലെ ഉടൻ അടി മാറ്റുന്ന ഒരു കിടുക്കാച്ചി വ്ളോഗ് വരുന്നത്. അപ്പം നമ്മൾ இந்த വീഡിയോയിൽ എന്നാ പാക്ക പോന അപ്പിടിതാ. ഇന്നത്തെ ഒരു വീഡിയോ മക്കളെ സ്പെഷ്യലാണ്. കുറേ പേര് ഡ്യൂക്കി ബ്ലോഗ് വേണ്ടി അല്ലെങ്കിൽ ഡ്യൂക്കി മോഡിഫിക്കേഷന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഡ്യൂക്കി വർക്ക് വേണം. കുറേ പേര് പറയാം ഡ്യൂക്കിയിൽ അക്ര പോയിക്ക് എക്സോസ്റ്റ് കയറ്റി പൊട്ടിക്കും. മക്കളെ ഇന്ന് കയറ്റി പൊട്ടിക്കാൻ പോവാണ്. ഇത് അക്ര പോയിക്ക് അവിടെ ഇരിപ്പുണ്ട്. ഏകദേശം ഞാനൊരു 2 മാസം കാനായി കാസർഗോഡ് പോയിട്ട് എടുത്തിയാണ്. എന്താ സൗണ്ടിനോട് എനിക്കൊരു എത്ര താല്പര്യം ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് ഞാൻ കയറ്റിയില്ല. പക്ഷെ എന്തായാലും മേടിച്ച് വെച്ചില്ല, പൈസ പോയല്ലേ എന്ന് ഓർത്തിട്ട് നമുക്ക് എന്തായാലും ഇന്ന് അവിടെ വണ്ടി കയറ്റി അങ്ങ് കത്തിക്കാം. അക്ര പോയിക്ക് മക്കളെ മോസ്റ്റ് ഇല്ലീഗൽ എക്സോസ്റ്റ് ആയിട്ടാ. ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ടിക്ക് നല്ല പണിയൊക്കെ കിട്ടും. പക്ഷെ എന്നാൽ നമുക്കൊരു വീഡിയോക്ക് വേണ്ടി പവറേജ് ആക്കാം. അയ്യോ ഇതെന്ത് കത്തും. അപ്പോഴത്തേക്ക് നമ്മുടെ ചെങ്ങായി വരുന്നുണ്ട്, അവനെ സെറ്റാക്കി തരുന്നത്. അപ്പോഴത്തേക്ക് വണ്ടിക്ക് മിറക്കി ഒരു ബുക്കാക്കാം. എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെൽ ബട്ടൺ അടിച്ച് പൊളിച്ച് വെച്ചേക്കാം, ലൈക്ക് ബട്ടൺ അടിക്കേട്ടാ. വണ്ടീൻ്റെ മിറക്കി ഒരുട്ട് കുറച്ച് ഹോട്ടി ബേബി ആക്കാം. അയ്യോ ഇങ്ങോട്ടോ 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 ആ ഇങ്ങോട്ട്. ഇത് KTM BS3 മോഡൽ സ്മോൾ മിററാണ്. പിന്നെ ബാറിൻ്റെ മിറർ, മറ്റേ ട്രിസോമ മിറർ, ഒരുപാട് മിററുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എന്താണെന്ന് അറിയില്ല ഈ കാർ ബേബി അതിരിക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഡ്യൂക്കി വർക്ക് കുറവ്, അതുകൊണ്ട് ഇനി മിറർ ഊരിയിട്ടേ ഇല്ല. പണ്ടൊക്കെ മിറർ ഇടാണ്ട് എപ്പോൾ നടക്കും. ഇപ്പോൾ 2-3 മാസമായിട്ട് മിറർ ഊരാതെ ഇങ്ങനെ നടക്കുമായിരുന്നേ. നമ്മുടെ എക്സോസ്റ്റ് സെറ്റ് ചെയ്യുന്ന പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓറഞ്ച് ഡ്യൂക്കുള്ളവരുടെ അന്ന് നമ്മൾ കിറ്റൊക്കെ വരുന്ന ബ്ലോഗിൽ കണ്ടില്ലേ. അതെ ബാ 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 എക്സോസ്റ്റ് എണ്ണം വന്നിരിക്കുന്നുണ്ട്. പെട്രോൾ കുട്ടപ്പന മേടിച്ചേട്ടാ. അങ്ങനെ തലശ്ശേരി പോയിട്ട് പെട്രോളൊക്കെ ഊരി വട്ടിച്ചിട്ട് ആളെ. അപ്പോൾ അക്കറ കയറ്റി പൊട്ടിക്കുമ്പോൾ നമുക്ക് പെട്രോൾ വെച്ച് പവറാക്കണ്ടല്ലോ വെച്ചേ. കേസ് അങ്ങനെ നമ്മൾ ഡ്യൂക്കിനെ ഇറക്കിയിട്ടുണ്ട്. വാഷ് ചെയ്യണം, ട്രിപ്പൊക്കെ അടിച്ചിട്ട് ഇതാണ്. അപ്പം നമുക്ക് അക്കറ കയറ്റി ഐശ്വര്യമായിട്ട് വാഷൊക്കെ ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ കുടിയാനിൽ കുറേ സാധനം വെച്ച് കൊടുക്കാം. ഞാനൊരു കുടിയനല്ലാത്തത് കൊണ്ട് എൻ്റെ വണ്ടി നല്ല കുടിയാണ്. അതുകൊണ്ട് ഒരു കുടിയൻ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുടിക്കാത്തത്. 100 രൂപേൻ്റെ പെട്രോളിന് 50 രൂപേൻ്റെയും പുറത്ത് പോയി. സോ ഓക്കെ സിനി നമ്മുടെ 390ൻ്റെ DB ക്ലിയറൊക്കെ റിമൂവ് ചെയ്ത് എക്സോസ്റ്റ് ഊരിയിട്ട് വേണം അക്കറ പോയിക്കായിട്ട്. അങ്ങനെ നമുക്ക് അക്കറ ഊരാട്ടാ. ഊരിക്കോ അല്ല ചേ സ്റ്റോക്ക് സാധനം ഊരി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സാധനം ഊരി ഇനി നമ്മുടെ അക്രേഷറിനെ കയറ്റാം. അക്ര പവസനം മൂഞ്ചി. നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് സെയിം അക്രേൻ്റെ ഈ സൈസും നമ്മുടെ ക്ലാമ്പിൻ്റെ സൈസും സെയിം ആയിട്ട് ഇത് കയറുന്നേ ഇല്ല. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതും കയറുന്നില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം വെറുതെ ക്ലാമ്പ് ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി മാത്രം സെറ്റാക്കാനുള്ള ഐഡിയ ആണ്. ഒരു രക്ഷയില്ല. അക്ര മൂഞ്ചി എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. ഇത്ര പൈസ കൊടുത്ത് കാസർഗോഡ് പോയി എടുത്ത് തരാം. പൈസ ഉടനടി സെയിലാക്കും. എന്തായാലും ഇപ്പോൾ ഇൻസ്റ്റയിൽ കോണ്ടാക്ട് ചെയ്യാം. ഇതിപ്പോൾ തൽക്കാലം നമുക്കിങ്ങനെ വെക്കാം. അത് കണ്ടത് കയറുന്നേ ഇല്ല. ക്ലാമ്പ് ഇട്ടാലും നിൽക്കും തോന്നുന്നില്ല. അവസ്ഥയാട്ടാ പിന്നെ ഓരോ വണ്ടി. കാരണം നമ്മൾ ഈ ക്ലാമ്പിൽ എക്സ്ട്രാ പിടിപ്പിച്ചുകൊണ്ടാണ് സെറ്റ് ആവാത്തത്. അല്ലാതെ സ്റ്റോക്കായിട്ട് വരുന്ന എല്ലാ വണ്ടിക്കും കയറും. അപ്പം നമുക്ക് ചെറിയൊരു ക്ലാമ്പും കൂടെ എക്സ്ട്രാ മേടിച്ചാൽ ശരിയാവും. ഇപ്പം എനിക്ക് വയ്യ. നമുക്ക് അക്കറേനേക്കാളും നല്ല വിത്തൗട്ട് വരുന്ന സൗണ്ട് അതിലും ലൗഡായിരിക്കും. സോ ശരിക്കും പറഞ്ഞ അവസ്ഥയാട്ടോ. അത് തൊട്ടില്ലാന്നുള്ള രീതി വെറുതെ വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് റോട്ടിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, ഉറപ്പാണ്. ജസ്റ്റ് സൗണ്ട് കേൾപ്പിച്ചു തരാം. റെഡി ടു റൈസിനെ കയറി കാണിക്കുന്നുണ്ട്. എന്ത് റൈസാക്കെ ഇതിന് എന്തല്ലോ ഇച്ചിരിയൊക്കെ അവിടെ ഇവിടെയും വരുന്നുണ്ട്. ഇത് നമ്മുടെ സാധാ അതിൽ സൗണ്ട് ഉണ്ട്. അക്കറ മൂഞ്ചി പക്ഷേ സൗണ്ട് ഉണ്ട് കേട്ടോ. വിത്തൗട്ട് ബേബി വിത്തൗട്ട് ഇതിൽ നിന്ന് വരുന്നത് അതിലും നല്ല സൗണ്ടാണ്. ജസ്റ്റ് ഒന്ന് അതും കൂടെ കേൾപ്പിച്ചു തരാം. നമുക്ക് നമ്മുടെ സ്റ്റോക്ക് സാധനം തന്നെ ഇടാം. 390ൻ്റെ ഇതിന് DB ഇല്ലാത്തതുകൊണ്ട് ഇതിന് നല്ല സൗണ്ടാണ്. അപ്പോൾ പവറാക്കാം. ഈ സക്കര ഇട്ട് ഞാൻ റോട്ടിൽ കൂടെ പറപ്പിക്കുന്ന വ്ളോഗ് കാണാൻ ആഗ്രഹിച്ചവരോട് എനിക്ക് നിരാശയാണ് പറയാനായിട്ടുള്ളത്. അക്കറ കയറുന്നില്ല, മൂഞ്ചിപ്പോയി. സോ അക്കറേൻ്റെ ഒന്നും ആവശ്യം ആക്ച്വലി ഇല്ല. കാരണം നല്ല ലൗഡാണ്.
പിന്നെ ഒന്നുമില്ലെങ്കിൽ ആ എക്സോസ്റ്റ് ഊരി കളഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ശരിക്കും വലിയ സൗണ്ട് വരും. പിന്നെ നമ്മുടെ DB ഇല്ലാത്ത എക്സോസ്റ്റ് ആയിട്ട് നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ അക്കരെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. എന്തായാലും സൗണ്ട് കേട്ടല്ലോ, പക്ഷെ അവിടെ ഫിറ്റ് ആയിട്ടിരിക്കുന്നില്ല. പിന്നെ ഓടിച്ച് കഴിഞ്ഞാൽ റിസ്ക്കാണ്. ചിലപ്പോൾ വഴിയിൽ നിന്ന് കൂരിപ്പോയി എതിരെ വരുന്നവരുടെ തലയിലടിച്ച് പടേന്നാവും. നമ്മളെന്തിനാ സീനാക്കുന്നത്? സോ അക്ര വ്ളോഗ് എൻഡ് ഇങ്ങനെ ഒരു എൻഡ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഒരു സാധനം സെയിലാക്കും. സാധാ സ്റ്റോക്കായിട്ട് വരുന്ന ഡ്യൂക്കിനും എല്ലാത്തിനും കയറും കേട്ടോ. അപ്പോൾ V3 ഓണേഴ്സും ഡ്യൂക്ക് ഓണേഴ്സും എല്ലാവരും DM ചെയ്യാം. ഇൻസ്റ്റൈഡി കമൻറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. സത്യമായിട്ടും ആക്ച്വലി അക്രേനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പൈസ കൊടുത്ത് മേടിച്ചാണല്ലോ എന്ന് ഒത്തിരി ട്രൈ ചെയ്യാന്ന് വെച്ചാൽ അതെന്തായാലും മൂഞ്ചിയിട്ടും. കോമഡി എന്താണെന്ന് വെച്ചാൽ അക്ര പോയി കിടുകടാ കത്തിക്കാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഞാൻ വിളിച്ച് വരുത്തിയതാ. അംസെ അക്ര മൂഞ്ചിയടാ, അക്ര കയറുന്നില്ല, അക്ര തേഞ്ഞ്. അക്രന്റെ സൈസ് മാറിപ്പോയി. കരയുന്നെന്തിനാ? അപ്പൊ ഗൈസ് ഇവന് നമ്മളെ പോലെ സെയിം വണ്ടിയാണെന്ന് ഞാൻ എക്സോസ്റ്റ് ചെയ്ത പോലെ അവനും കഴിഞ്ഞ ദിവസം പോയിട്ട് ഇതാ അവന്റെ ഡ്യൂക്കി കുട്ടനിൽ എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട്. കാർന്നു വേണമില്ല ഇവൻ പോളിഷൊക്കെ ചെയ്ത് ഇന്നാടെ എക്സോസ്റ്റ് പോളിഷ് ചെയ്താ. സോ ഗൈസ് സെറ്റ് ആയിട്ടാ സൗണ്ട് കേൾപ്പിച്ചു. കീ അവിടെ ബേക്കിൽ നമ്മുടെ ഹംസുദീന്റെ ഫെറാറി ഉണ്ട് ആൻഡ് ഫ്രണ്ടിൽ നമ്മുടെ യെസ്. സോ നമുക്കവിടെ പുതിയ എന്തായാലും നമ്മുടെ വണ്ടിയിൽ എക്സോസ്റ്റ് മൂഞ്ചി. ഇവന്റെ KT എക്സോസ്റ്റിനെ പറ്റി നമുക്ക് ഞെട്ടിപ്പോവാ ഞെട്ടിപ്പോവാ കിട്ടുമെന്നാ കേട്ടാ. ഇതെന്നാണ് ഇതൊക്കെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്? പുതിയതാ അത്? പുതിയതാ? ലൗഡ് കുറവ് പേടി ഓടിക്കൂല. നല്ല വൃത്തിയുണ്ട്. വൃത്തിയുള്ള ആവറേജ് അല്ലടാ അല്ല എന്റെ കുറച്ചും കൂടെ ലൗഡ് ഇല്ലേ ഇനി എന്റെ എക്സോസിന് അല്ലേ? അതെന്താ നിന്റെ വണ്ടിക്ക് സ്വാഭാവികമായിട്ട് ഒരു ലൗഡ് കുറവായിരുന്നല്ലേ? നമ്മൾ അണ്ടർവെല്ലി വെച്ച് കിടക്കുമ്പോൾ കുറവായിരിക്കും അല്ലേ? കൊള്ളാട്ടാ, മാന്യമായ സൗണ്ട്. ഇവൻ DB റിമൂവ് ചെയ്തിട്ടാളെ, പക്ഷെ എന്നാലും ഒരു വൃത്തിയില്ലാണ്ടാട്ടാ അവരുടെ അല്ലേ ഈ സൈഡ് എടുക്കുന്നത് അലമ്പാക്കി എടുക്കുകയാണ്. എന്റെ വണ്ടിക്ക് അതുപോലെ കൊള്ളാട്ടോ എന്തായാലും. ഇനി ഇവന്റെ പ്രത്യേകത കണ്ടോ, എണ്ണയൊക്കെ ഇട്ട് വെക്കും വണ്ടിയിൽ. എണ്ണ ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും സ്റ്റോക്കായി. സോ യാ നമ്മുടെ ഹംസേന്റെ സ്ഥാനം. അല്ലേ കുറച്ച് ഗുഡുഗുഡു കുറച്ച് ബാസ് വരുന്നുണ്ട് ഗൈസ്. ഏതാ റിസോമ മിറർ വിട്ട് ഒരു ചേഞ്ച് ആക്കി. ഇനി നേരെ പോയി നമുക്ക് വാഷ് ചെയ്യണം വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ. സോ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പാട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും ഞാൻ കയറുമെന്നാണ് വിചാരിച്ചത്, നൈസായിട്ട് പാളിയ പോലെ. പക്ഷെ എനിക്ക് ആക്ച്വലി അതിൽ വിഷമമൊന്നുമില്ല. കാരണം അക്ര എന്ന് പറയുന്നത് വണ്ടിക്കും പണിയാണ്, ഓവർ സൗണ്ടാണ്, എന്തിനാ പിന്നെ. സോ ഇനിയിപ്പോൾ അത് സെയിലാക്കും. എൻ്റെ ഒരു ക്ലാമ്പ് മാറ്റിയൊക്കെ കയറ്റും, പിന്നെ അത്ര റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ എനിവേ ഗൈസ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. പിന്നെ ഡ്യൂക്കിൻ്റെ അലോയിൻ്റെ പെയിൻറ്റ് എല്ലാവരും പറഞ്ഞ പോലെ ഉടനടി മാറ്റുന്ന ഒരു കിടുക്കാച്ചി വ്ളോഗ് വരുന്നുണ്ട്, അതും വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ അടിച്ച് ഓളാക്കാനേ നോട്ടിഫിക്കേഷൻ വരും അല്ലേ ഹംസേ? സോ യാ, അപ്പോൾ കിഡ്നി വേണ്ടിയിട്ട് വീണ്ടും കാണാതെ ഗൈസ്. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.